السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായം സൂറത്തു ശർഹിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. 8 വചനങ്ങളാണ് ഈ ഒരു അധ്യായത്തിനുള്ളത്. മക്കയിൽ വെച്ച് ആണ് അവതരിപ്പിക്കപ്പെട്ടത്. തൊട്ടു മുമ്പത്തെ സൂറത്തുൽ ളുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളുടെ പരിഹാസവും മറ്റും മൂലം മനപ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവിടുത്തെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആണ് സൂറത്തുൽ ളുഹ അവതീർണമാകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന എന്നിങ്ങനെ പറഞ്ഞിട്ട്, നബി തങ്ങളെ, അങ്ങ് യതീമായപ്പോൾ അങ്ങക്ക് അഭയം നൽകിയത് ഞാനല്ലേ? അങ്ങ് ഈ നേരായ മാർഗത്തിലേക്ക്, ഈ ഒരു നുബുവത്തിലേക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങക്ക് ഈ വഴി, ഈ നുബുവത്ത് തന്നത് ഞാനാണല്ലോ എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവിടുത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തേക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കലാണ് ഈ ശറഹിലും നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് ഈ 2 സൂറത്തുകളും അവതീർണമായതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഓർഡർ നിശ്ചയിക്കുമ്പോൾ സൂറത്തുൽ ളുഹയ്ക്ക് ശേഷമാണ് ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ളുഹയുടെ ശേഷമാണ് ഇതിനെ കൊണ്ടുവന്നത്. നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അലം നശ്റഹ് ലക സദറക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, അങ്ങേക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ഹൃദയം ഞാൻ വിശാലത ചെയ്തു തന്നില്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം, അവിടുന്ന് ഒരേ സമയം അള്ളാഹുവുമായിട്ട് ബന്ധം മുനാജാത്ത് നടക്കുമ്പോഴും സൃഷ്ടികളോട് വളരെ നല്ല നിലയിൽ അവരുടെ ദഅവത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന് ഏറ്റവും അഭിവാജ്യമാണ് അവർക്ക് അവരുടെ സാഹചര്യങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടുക എന്നത്. ചിലപ്പോൾ അവരിൽ നിന്ന് പ്രയാസമുളവാക്കുന്ന, സഹിക്കാൻ പറ്റാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായേക്കാം. ആ സമയത്തും തകരാതെ എന്നും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകാനുള്ള ഹൃദയ വിശാലത അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു കസീർ ഇതിനർത്ഥം പറയുന്നത് ഐ ജഅൽനാഹു ഫസീഹൻ റഹീബൻ വാസിയ, അങ്ങക്ക് പ്രവിശാലമായ ഹൃദയ വിശാലത ഞാൻ നൽകിയിട്ടുണ്ട് എന്നാണ്. നബിയെ, അങ്ങേ തൊട്ട് ഭാരം, അത് വിസ്ർ എന്ന് പറഞ്ഞാൽ ഹിംല് അഥവാ ഭാരം എന്നാണ് അർത്ഥം. അപ്പം അങ്ങേ തൊട്ട് ഭാരത്തെ നാം ഇറക്കി വെച്ചിട്ടുണ്ട്, ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് നബിയെ. ഭാരം ഇവിടെ 2 നിലക്ക് തഫ്സീറുകൾ ഉണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത്, ആ നുബുവത്തുമായി ബന്ധപ്പെട്ട ആ ഉത്തരവാദിത്ത ഭാരം, അതാണ് ഇവിടെ ഈ വിസ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രബലമായ പക്ഷം. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം, പലപ്പോഴും ആ നുബുവത്തിന്റെ ഭാരം കൊണ്ട് ഒരിക്കൽ ആയിഷ ബീവിയുടെ തലയിൽ മടി വെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തൊട പൊട്ടിപ്പോവെന്ന് പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നുബുവത്ത് ഇങ്ങനെ സ്വീകരിക്കുന്ന സമയത്തുള്ള ആ തലയുടെ ഭാരം കൊണ്ട്, ഇങ്ങനെ നുബുവത്ത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അത് നല്ല ഭാരമുള്ളതാണ്. ആ ആന്തരികമായിട്ട് അത് വലിയ ഉത്തരവാദിത്വമാണ്. കാരണം പരിശുദ്ധമായ കലാമും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ ദീൻ ഇത് കാലാകാലം നിലനിൽക്കുന്ന രൂപത്തിൽ
ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അവിടുത്തേക്ക് അത് താങ്ങാനുള്ള ഹൃദയ വിശാലതയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. മറ്റൊരർത്ഥം പാപമാണെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാപം വരില്ല എന്നത് സുദൃഢമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിസ്റിന് പാപമാണെന്ന് അർത്ഥം വെച്ചാൽ തന്നെ അവിടെ എങ്ങനെ അർത്ഥം വെക്കണമെന്ന് ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെ വെക്കണം? അസംനാക അൻ ഇഹ്തിമാലിൽ വിസ്രി വഹഫംനാക ഖബ്റ അൻ-നുബുവ്വതി ഫിൽ 40 മിനൽ അദ്നാസ്. അങ്ങയെ ഒരു തെറ്റ് സംഭവിക്കുന്നതിന്റെ സാധ്യതയിൽ നിന്ന് പോലും നാം അങ്ങേ സംരക്ഷണം നൽകിയിട്ടുണ്ട് നബിയെ. അതേപോലെ തന്നെ അങ്ങേ നുബുവത്തിന്റെ മുമ്പും അങ്ങേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ അർത്ഥം എന്ന് അങ്ങനെ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലദീ അൻഖള ദഹറക്, അതായത് ഹൃദയം മുതുക് ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഭാരം. ഇവിടെ വിസ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ അല്ലദീ അൻഖള ദഹറക് എന്ന് പറയുമ്പോൾ ഹൃദയം ഒടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഭാരമാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ഭാരം തന്നെയാണെന്നാണ് പണ്ഡിതപക്ഷം. വറഫഅനാ ലക ദിക്ർ, നബിയെ അങ്ങയുടെ മഹത്വത്തെയും പ്രകീർത്തനത്തെയും എല്ലാ സ്ഥലത്തേക്കും മണ്ണിലും മിണ്ണിലും ആകാശലോകങ്ങളിലും മറ്റെല്ലാ കടലിലും കരയിലും തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ എവിടെയൊക്കെ പറയപ്പെടുന്നതോ അവിടേക്ക് അങ്ങയെ പറയപ്പെടും രൂപത്തിൽ അങ്ങയുടെ മഹത്വത്തെ നാം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, അവിടെയൊന്നും തളരാതെ അങ്ങയുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങ് ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും വിരമിച്ചു നിൽക്കരുത്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒരു ദൗത്യം കഴിഞ്ഞാൽ അത് അടുത്തതിലേക്ക് കടക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിയിൽ അവന്റെ റിളയിൽ പ്രതീക്ഷ അർപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോകണമെന്നാണ് ഈ സൂറത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഇൽമ് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.